ചാവള്ളല്ലോ കൊല്ല്. ജോയിട്ട പേട്ട പേർ പണിക്കാർ കിട്ടില്ല. മൊലാളി മോനെ ഇത്തിരി നീങ്ങൊന്ന് പൊക്കോട്ടെ. ഞാൻ ജോലി ബുദ്ധിമുട്ടാവണ്ടാ. ആനപ്പെണ്ണം കിട്ടാണ് ഞങ്ങൾ എന്ത് പണിയാനാ? ഈ രണ്ടരത്തിന് മിക്കവാറും ഞാൻ കൊല്ലൂടാ. ശമ്പളം ചോദിക്കാൻ ഒരു മടിയില്ലേ? അത് ശരിയാ. എന്നാ എവിടെ തിന്നിട്ടാണെങ്കിലും സാധനം ഒപ്പിക്കണം. അതേറ്റു. നീ ചാവിങ്ങടുത്തേ. എന്നാ അമ്മയുടെ രാവിലെ 500 രൂപ വാങ്ങി പെട്രോൾ അടിച്ചാ. ഒല്ലൂർ ഇന്ന് പെണ്ണ് കാണാൻ ജോയേട്ടനും വരാന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അത് ഉച്ചക്കല്ലേ? എടാ നമ്മുടെ ആനുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അവിടെ. ചുരുട്ടിക്കുട്ടി വെച്ചേക്കാ. പരമേശ്വരൻ കുട്ടുപനായര്. ഇയാളൊന്നും ചത്തില്ലാവോ? ഇതെന്തൊട്ട് തേങ്ങയുടേത്? തൃശ്ശൂരിൽ ഒറ്റ പുതിയ ആന മലയാളിമാർ ജനിക്കണല്ലേ? ഇനി മറ്റുള്ള അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പേടായി കിട്ടും. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. മാഷ്ക്കും ടീച്ചർക്കും ഇപ്പോഴും നിന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ടാ തോന്നണേ. ജോയേട്ടാ 16 കൊല്ലം കാത്തിരുന്നുണ്ടായ പൊൻകുഞ്ഞ ഞാൻ. അതേ തൊട്ട് കളിക്കണ്ട. പൊൻകുഞ്ഞ് വണ്ടിക്ക് കയറ്. വെയിലടിച്ച കരിങ്കുഞ്ഞാവും. ഞാൻ എടുക്കണോ ജോയേട്ടാ? ഒരു സ്ഥലത്ത് നിനക്ക് ഒരു വെയിറ്റ് ഉണ്ടാവും. അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലടാ. നമ്മുടെ നടൻ മമ്മൂട്ടി ചുള്ളൻ പുള്ളി വരെ സെൽഫ് ഡ്രൈവിംഗ് ആണ്. ഡ്രൈവർ പിണ്ടിട്ട പോലെ അടുത്തിരിക്കും. നീ കേറിയേ ഉണ്ണിയാളാ. വണ്ടി ബാക്ക് എടുത്ത് വിറ്റാളെ കൊന്നാലോടാ. ഒരു ദരിദ്രവാസി മുതലാളി വന്നിരിക്കുന്നു. നീ ഇങ്ങോട്ട് വായോ. പണിയൊന്നുമില്ലാണ്ട് വെറുതെ ഇരിക്കാനേ. ഇത് നിയമസഭയൊന്നുമല്ലല്ലോ. ഇനി വേറെ സ്ഥലത്ത് ചെന്നാ പണിയെടുക്കേണ്ടി വരുവോ? സംഗതി കൊള്ളാലോ. എന്നാലും ചന്ദനത്തിരി പോലൊരു ബിസിനസ് എന്ത് ലാഭം ഉണ്ടാവാനാ ജോയെ? അതെ, ഇതാണ് നമ്മുടെയൊക്കെ വേറൊരു മിസ്കൺസെപ്ഷൻ. ഇന്ത്യയിൽ മാത്രം 4000 കോടി രൂപയുടെ ഇൻഡസ്ട്രിയാണ് ഈ അഗർബത്തീസിന്റെ. അതിന്റെ 1% കിട്ടിയ പോരെ? കംപ്ലീറ്റ് എക്സ്പോർട്ടാണ്. എക്സ്പോർട്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് തൃശ്ശൂർ ടൗൺ അല്ല, കേരളമല്ല, ഇന്ത്യയല്ല, വേൾഡ് മാർക്കറ്റാണ്. അമേരിക്കയിലെ മലയാളി, ദുബായിലെ മലയാളി, ലണ്ടനിലെ മലയാളി. നൊസ്റ്റാൾജിയ കംപ്ലീറ്റ് അവർക്കല്ലേ. ഒരു ഹിന്ദു ഇതങ്ങോട്ട് കത്തിക്കുമ്പോ അവര് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു വഴിപാട് കഴിച്ചതിന്റെ ഫീലല്ലേ എന്റെ കൃഷ്ണേട്ടാ? ക്രിസ്ത്യാനികൾ ഇത് കത്തിക്കാത്ത ഒരു ഫ്യൂണറൽ ഉണ്ടായിട്ടുണ്ടാ? മുസ്ലിങ്ങളുടെ അവരുടെ റിലീജിയന്റെ ഭാഗം തന്നെയാണ് ഈ ചന്ദനത്തിരി. അറിയോ കൃഷ്ണേട്ടന്? നിങ്ങളുടെ കാശൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളുടെ ആനോളുടെ ആ പിണ്ടം, അതും ആ ദേവസ്വത്തിന്റെ കേസ് തീരുന്നവരെ മാത്രമേ ഉള്ളൂ. ഒരു ഹ്യൂമാനിറ്ററി സർവീസ് ഒന്ന് ചെയ്തു തന്നൂടെ കൃഷ്ണേട്ടാ? ചിമിച്ചേട്ടാ, ജയേട്ടൻ. ആ അതേരാ. ഇതിലിപ്പോ എന്തുട്ടത്ര ആലോചിക്കാൻ? അടുത്ത കൊല്ലം പൂരത്തിന് കാട്ടാളം നമസ്കാരം തെക്കോട്ടിറക്കത്തിന് ഉണ്ടാവും. അതൊരു തീരുമാനാ. ഞാൻ അതേ ജയന്റെ അടുത്തെത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങളുടെ ലെറ്റർ കേട്ടില് ഒരു കൺസെന്റ് എഴുതി തന്നാ മതി. കോടതിയിൽ അത് ഗുണാവും. മായിട്ടെന്നാ ശരി എന്നാ കാണപ്പോ. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് ആരന്റെ 60 പറഞ്ഞ? പാകിസ്ഥാനിന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ലേ ഞാൻ? എന്നാ 60 കൊടുക്കും ഞാൻ. ആന എനിക്ക് വേണം. നീ ആ സാധനം വെച്ചേ. ശരി ശരി. തോമസ് ഏട്ടാ 10 മണിക്ക് വരാന്നുണ്ട്. ഇപ്പോഴാണ് വരണേ? പോയതാ പുണ്യാളം ജോയിലടാ. അതെ, തോമസ് ഏട്ടൻ അറിയാവനെ. ജാതി പുല്ലേട്ടാ. നോക്കിയേ. ഈ കാലത്ത് സൈക്കിൾ റിക്ഷാന്ന് കേൾക്കുമ്പോ പ്രാക്ടിക്കൽ അല്ലല്ലോ എന്ന് കാട്ടാളം മുതലാളിക്ക് ചിലപ്പോ തോന്നാം. പക്ഷെ ഒന്ന് നോക്കിയേ, ഇങ്ങനെ തുറന്നാണ് നമ്മുടെ പുതിയ ബിസിനസ് ഐഡിയ. യാത്രക്കാർക്ക് ഇരിക്കാൻ നല്ല ടോപ്പ് കുഷ്യനുള്ള സീറ്റ്, വായിക്കാൻ മാഗസിൻസ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. പക്ഷെ അതിന് എക്സ്ട്രാ വേറെ പേ ചെയ്യണട്ടാ. ഇതാണ് നമ്മുടെ കാട്ടാളൻ റിക്ഷാസ്. ഒരു ഓട്ടോറിക്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മൾ കൊടുക്കണേ? ഇതൊന്നും ശരിയാവില്ലേ? നീ ഇത് കൊണ്ടുപോയ മോനെ. ഞാൻ പറയട്ടെ. ആദ്യം തന്നെ നമ്മള് ഗ്രാമങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും 5 കാട്ടാള റിക്ഷാസ് ഇറക്കണം. ഓട്ടോ കാശിന്റെ 3 കൊടുത്താ പോരെ? 1 രൂപയുടെ ലാഭം കിട്ടിയ കടലിൽ ചടന്ന ടീംസ് ആണ് നമ്മുടെ നാട്ടുകാര്. അവരിതിൽ വീഴും. സിറ്റി ട്രാഫിക് അവിടെ ഇല്ലല്ലോ. അത് കറക്റ്റാ. ഒരു 10 കൊല്ലം കൊണ്ട് ഇന്ത്യ മുഴുവൻ കാട്ടാളന്റെ കൊടി പറപ്പിക്കണം നമുക്ക്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സെക്ടറിൽ നമ്മുടെ കാട്ടാളൻ റിക്ഷാസ് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കില്ലേ? അപ്പൊ കാശി മാത്രല്ല, ഇതിനകത്ത് സോഷ്യൽ സർവീസും ഉണ്ടല്ലേ? അത് മാത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു ഇമേജ് നമ്മൾ പുറത്തു വിടാവുള്ളൂ. ലാഭം വന്നോളും. നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത സക്സസ് ഉണ്ടായിക്കൊള്ളുന്നല്ല മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വരെ പറയണേ. ഫോക്കസ് യുവർ വർക്ക്, ഫോർഗെറ്റ് ദ റിസൾട്ട്, ഇറ്റ് വിൽ ഹാപ്പൻ. എന്നിട്ട് എന്തിട്ടുണ്ടായേ? അവന്റെ അമ്മയുടെ കാട്ടാളൻ റിക്ഷാസ് 500 വണ്ടി ഉണ്ടാക്കിയിട്ട് അവസാനം ഇരുമ്പ് വിലയ്ക്ക് ഞാൻ തൂക്കിവിട്ടെ. അക്രമായല്ലോ. അവന്റെ മാർക്കറ്റ് തൃശ്ശൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല എന്നൊക്കെയല്ല അവൻ പറഞ്ഞേ. ഉഗാണ്ടിൽ അവന്റെ മാർക്കറ്റ് ഉണ്ടാ.
വഞ്ചരിക്കാൻ കേസ് കൊടുത്തിട്ടുണ്ട് അവന്റെ പേരില്. ഫ്രോഡ്. അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവൻ നായി നക്കി. ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാ. കാശും പോയി തേരും കൂടി കിട്ടോനെ